കേരള കോൺഗ്രസ് രാഷ്ട്രീയം എങ്ങനെ പോകുന്നു എന്നറിയാൻ നമുക്കിപ്പം വിഷ്ണു സുരേഷ് ചേരുന്നു. തൊടുപുഴയിൽ PJ ജോസഫ് തന്നെ മത്സരിക്കണം എന്ന രീതിയിൽ ആവശ്യങ്ങൾ ഉയരുന്നു. എവിടെ നിൽക്കുന്നു കേരള കോൺഗ്രസ് ഇപ്പോൾ, പ്രത്യേകിച്ച് ജോസഫ് വിഭാഗം? ജോസഫ് വിഭാഗത്തിൽ തട്ടിയാണ് ഇപ്പോൾ UDFന്റെ സീറ്റ് വിഭജന ചർച്ചകൾ ഒരു അനിശ്ചിതത്വത്തിൽ നിൽക്കുന്നത്. അതായത് നേരത്തെ നമ്മൾ കരുതിയിരുന്നത് 10 സീറ്റുകളിൽ നിന്ന് അതിൽ ചില സീറ്റുകളൊക്കെ കോൺഗ്രസ് ഏറ്റെടുക്കും, അതിന് കേരള കോൺഗ്രസ് സന്നദ്ധത അറിയിക്കുമെന്നൊക്കെയാണ്. പക്ഷേ നിലവിൽ സീറ്റുകൾ വിട്ടു നൽകുന്നതിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുകയാണ് കേരള കോൺഗ്രസ്. ആവശ്യമെങ്കിൽ തൃക്കരിപ്പൂർ, അതിനപ്പുറത്തേക്ക് മറ്റൊരു ഓപ്ഷനും ഞങ്ങളുടെ പക്കലില്ല എന്നാണ് കേരള കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. പക്ഷേ കോൺഗ്രസ് ആകട്ടെ പ്രധാനപ്പെട്ട സീറ്റുകളായ കുട്ടനാടും അതോടൊപ്പം തന്നെ ഇടുക്കി പോലുള്ള സീറ്റുകൾ അത് കോൺഗ്രസിന് വേണമെന്നും അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിച്ചാൽ വിജയ സാധ്യതയുണ്ട് എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ട് വെക്കുന്നത്. കേരള കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെയും ഈ ഉഭയകക്ഷി ചർച്ച നീണ്ടുപോകുകയാണ്. അതിലൊരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. തൊടുപുഴയിലേക്ക് എത്തിയാൽ തൊടുപുഴയിൽ PJ ജോസഫ് തന്നെ മത്സരിക്കണം, അതാണ് കൂടുതൽ വിജയ സാധ്യത എന്ന് ആവർത്തിച്ച് കോൺഗ്രസിനകത്തും UDFനകത്തുമുള്ള ആളുകളൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അവിടെ അബു ജോൺ ജോസഫിന്റെ പേര് കൂടി ഉയർന്നു വരുന്നുണ്ട്. അത് ആ പാർട്ടി എടുക്കുന്ന തീരുമാനമായിരിക്കും. PJ ജോസഫ് ആയിരിക്കും അതിൽ അന്തിമ തീരുമാനം എടുക്കുക. കഴിഞ്ഞ തവണകളിലൊക്കെ 2016ലും 2021ലും ഇടതു തരംഗം ആഞ്ഞടിച്ചപ്പോൾ UDFനും കോൺഗ്രസിനും അല്പമെങ്കിലും പിടിച്ചു നിൽക്കാനായത് അത് മധ്യ കേരളം കൊണ്ടാണ്. പ്രത്യേകിച്ച് കോട്ടയം, എറണാകുളം ജില്ലകളാണ് അവരെ തുണച്ചത്. അതിൽ ഇപ്പോൾ ആ ജില്ലകളിൽ പരമാവധി സീറ്റുകൾ നേടാനാകും എന്ന പ്രതീക്ഷയാണ് UDFനുള്ളത്. അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനം അവർ ആരംഭിച്ചിട്ടുണ്ട്. എറണാകുളത്തൊരു ക്ലീൻ സ്വൈപ്പാണ് അവർ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് 14 സീറ്റുകളും വാരി പിടിച്ചെടുക്കാം എന്നവർ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ എറണാകുളത്ത് 4 സീറ്റുകളുടെ കാര്യത്തിൽ ഇപ്പോഴും കോൺഗ്രസിലൊരു ധാരണയായിട്ടില്ല. കൊച്ചിയിലും അതോടൊപ്പം പെരുമ്പാവൂരിലും തൃപ്പൂണിത്തുറ അടക്കമുള്ള 4 മണ്ഡലങ്ങളിലാണ് ഇനിയിപ്പോൾ പ്രതിസന്ധി നിൽക്കുന്നത്. എത്രയും പെട്ടെന്ന് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുൻപോട്ട് പോകാനാകും. ED സതീശൻ പങ്കുവെക്കുന്ന പ്രതീക്ഷ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നാൽ ആദ്യ ഒരു 40 മണ്ഡലങ്ങളിലെങ്കിലും ഉടൻ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും. അതിൽ ഈ ഘടകകക്ഷികളുമായുള്ള തർക്കം അതിനെ ബാധിക്കില്ല. എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് UDFന്റെ ഒരു ആത്മവിശ്വാസം. മധ്യ കേരളം പതിവ് പോലെ തന്നെ UDFനൊപ്പം നിൽക്കും എന്ന പ്രതീക്ഷയാണ് അവർക്കുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.